Good morning, students. This is the second class of Design of Concrete Structures 1. The last class, we have studied what is a concrete, what is a reinforcement. Okay, today we can conclude what we have studied in the last class. In the last class, we have studied what is PCC, what is RCC. Okay. This table shows a comparison between PCC and RCC. In the case of PCC, the chief ingredients are fine aggregate, coarse aggregate, water, and cement. In the case of RCC, in addition to these ingredients, that is fine aggregate, coarse aggregate, then cement, water, we are adding reinforcement bar. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ചീഫ് ഡിഫറൻസ്. ഒന്ന് എന്താണ് ഇൻഗ്രീഡിയൻസിൽ വരുന്ന ഡിഫറൻസ്. നെക്സ്റ്റ് PCC can bear only compression load, whereas in the case of RCC, it can bear both compression as well as tensile load. അല്ലേ, കംപ്രഷൻ ലോഡ് മാത്രമാണ് PCC എടുക്കുക. അതിൽ അത് ഫെയിൽ മീൻസ് ടെൻസൈൽ ലോഡ് വരുമ്പോൾ PCC ഫെയിൽ ആവുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ എംബഡ് ചെയ്ത് കൊടുക്കുന്നത്. Then the different grades of PCC and RCC is given in the table. Then PCC is mainly used for flooring and below RCC footing. അല്ലേ, ഫ്ലോറിങ്ങിനും RCC ഫൂട്ടിങ്ങിൻ്റെ ഒക്കെ താഴെ ഒരു ബെഡ് പോലെ അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുക, PCC പ്രൊവൈഡ് ചെയ്യുന്നത്. വെറാസ് RCC ഇസ് പ്രൊവൈഡഡ് ഫോർ ഓൾ ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സ്. നമ്മളിപ്പം ഈ സെമ്മിൽ സ്റ്റഡി ചെയ്യാൻ പോകുന്ന എല്ലാ ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സും ലൈക്ക് ബീം ആയിക്കോട്ടെ, കോളം, ദെൻ സ്ലാബ്, അങ്ങനെയുള്ള എല്ലാ കേസിലും അത് RCC കൊണ്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇനിയുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ യൂണിറ്റ് വെയ്റ്റിലാണ്. PCCയുടെ യൂണിറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത് 24ഉം RCCയുടേത് 25ഉം ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്തുകൊണ്ടാണ് സ്റ്റീൽ റീഇൻഫോഴ്സിങ് മെറ്റീരിയലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന്. Okay, why we are using steel as a reinforcing material? This is an important university question. അപ്പോൾ എല്ലാവരും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് സ്റ്റീൽ റീഇൻഫോഴ്സിങ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നതെന്ന്. ഇത് ഓൾറെഡി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. സ്റ്റീലിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് കാരണമാണ്. ഏതൊക്കെയാണ്? ഒന്ന്, സ്റ്റീൽ ഹാസ് ഗോട്ട് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആസ് വെൽ ആസ് കംപ്രസീവ് സ്ട്രെങ്ത്. ഞാൻ പറഞ്ഞു സിമെൻറ്റ് അല്ലെങ്കിൽ കോൺക്രീറ്റിന് കംപ്രഷൻ ലോഡ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, ഓർ ദ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഇസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ഇറ്റ്സ് കംപ്രസീവ് സ്ട്രെങ്ത്. അത്രയും കുറവാണ്. അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഒരു 1/10 ഓഫ് കംപ്രസീവ് സ്ട്രെങ്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെൻസൈൽ സ്ട്രെങ്ത് വരേണ്ട കേസിൽ അല്ലെങ്കിൽ റിക്വയർഡ് ആയിട്ടുള്ള കേസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, സ്റ്റീൽ അല്ലെങ്കിൽ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്യും. എന്തുകൊണ്ട് സ്റ്റീൽ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വൈ സ്റ്റീൽ? ഇറ്റ് ഹാസ് ഗോട്ട് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്. ദെൻ the coefficient of thermal expansion for both steel and concrete is same. That is another important point. രണ്ടിൻ്റെയും കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് സെയിം ആണ്. അതുകൊണ്ട് തന്നെ സെയിം ആയതുകൊണ്ട് അവിടെ ഒരു തെർമൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. ദെൻ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയുന്നത് സ്റ്റീലിൻ്റെ കേസിൽ ഇറ്റ് ഇസ് സെയിം ഫോർ ബോത്ത് ടെൻഷൻ ആൻഡ് കംപ്രഷൻ. മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയുന്നത് സ്റ്റീലിൻ്റെ ടെൻഷൻ ലോഡാണെങ്കിലും കംപ്രഷൻ ലോഡാണെങ്കിലും സെയിം വാല്യൂ തന്നെയായിരിക്കും. Then it has got improved ductility property. I have already discussed what is ductility. എന്താണ് ductility എന്ന് പറയുന്നത്? It is a property by virtue of which a material shows large amount of deformation prior to failure. ഫെയിലിയറിന് മുന്നേ ആയിട്ട് അതെന്ത് ചെയ്യുക, ഒത്തിരി എമൗണ്ട് ഓഫ് ഡിഫോർമേഷൻ കാണിച്ചിട്ട് അതല്ലെങ്കിൽ ഒരു വാർണിംഗ് സിഗ്നൽ തന്നിട്ടായിരിക്കും ഫെയിൽ ആവുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ചോക്ക് എടുത്തിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോകും. ബട്ട് ഒരു കേസ് ഒരു മൈൽഡ് സ്റ്റീൽ ബാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റീലിൻ്റെ ബാർ എടുത്തിട്ട് നമ്മൾ അതിന് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റുക, അത് ഗ്രാജുവലി അത് ഡീഫോം ചെയ്ത് വന്ന് ഒരു നെക്കിംഗ് ഒക്കെ സംഭവിച്ചല്ലേ, ക്രോസ് സെക്ഷൻ ഏരിയ കുറഞ്ഞിട്ട് അവിടെ ഒരു നെക്കിംഗ് ഒക്കെ സംഭവിച്ചിട്ട് അത് പതുക്കെയാണ് എന്ത് ചെയ്യുക, ഫെയിൽ ആവുക. ഒത്തിരി എമൗണ്ട് ഓഫ് ഡിഫോർമേഷൻസ് കാണിച്ചിട്ടേ അത് ഫെയിൽ ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റീൽ സേഫ് ആണ്. ദെൻ സ്റ്റീൽ ഹാസ് ഗോട്ട് ഹൈ സ്ട്രെങ്ത് പെർ യൂണിറ്റ് മാസ്. കുറേ യൂണിറ്റ് മീൻസ് കുറേ മാസ് ഓഫ് കോൺക്രീറ്റും ചെറിയൊരു മാസ് ഓഫ് സ്റ്റീലും എടുത്താൽ ആർക്കാണ് സ്ട്രെങ്ത് കൂടുതൽ? സ്റ്റീലാണ്. ഓഫ് കോഴ്സ് സ്ട്രെങ്ത് സ്റ്റീലിലായിരിക്കും കൂടുതൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്റ്റീൽ പ്രിഫർ ചെയ്യുന്നത്. സ്റ്റീൽ ഹാസ് ഗോട്ട് ഹൈ സ്ട്രെങ്ത് പെർ യൂണിറ്റ് മാസ്. ദെൻ ദിസ് എ ന്യൂ ടോപ്പിക്, ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്ട്രക്ചറൽ ഡിസൈൻ. അല്ലേ, നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഓൾറെഡി കഴിഞ്ഞ സെമസ്റ്ററിലൊക്കെ ആയിട്ട് നിങ്ങൾ പഠിച്ചതാണ്. സ്റ്റീൽ എന്താണ്, കോൺക്രീറ്റ് എന്താണ്, അതിൻ്റെ ടൈപ്സ്, ഗ്രേഡ്, പ്രോപ്പർട്ടീസ്, ടെസ്റ്റ്. അതിൽ പ്രോപ്പർട്ടിയും ടെസ്റ്റും ഹോംവർക്കായിട്ട് ഓൾറെഡി തന്നിട്ടുണ്ട്.
പ്രോപ്പർട്ടീസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് വി ഹാവ് ഡിസ്കസ്ഡ് വാട്ട് ആൾ ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ് സ്റ്റീൽ എന്നുള്ളത് ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ്. ആൻഡ് ദ ടെസ്റ്റ് ക്യാരിഡ് ഔട്ട് ഓൺ കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ എന്നുള്ളത് ഹോംവർക്ക് തന്നിട്ടുണ്ട്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്ട്രക്ചറൽ ഡിസൈൻ. എന്തൊക്കെയാണ് സ്ട്രക്ചറൽ ഡിസൈൻ്റെ ഒബ്ജക്റ്റീവ്സ്? എന്താണ് ഡിസൈൻ എന്നുള്ളത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. വാട്ട് ഈസ് ഡിസൈൻ? The process of determining the cross-sectional area or defining new cross-sectional dimensions, material properties, so that it can safely bear all the load coming onto the structure. ഈ സ്ട്രക്ചറിലോട്ട് വരുന്ന ലോഡ്, ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെൻറ്റ്, അതിനെയൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ മെറ്റീരിയലിൻ്റെ ക്രോസ് സെക്ഷൻസും അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഫിക്സ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സിനാണ് എന്ത് പറയുക, ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസൈൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് 4 എണ്ണമാണുള്ളത്. ഒന്ന്, സ്റ്റെബിലിറ്റി. First one is stability, to prevent the overturning, sliding, buckling of the structure or parts of it under the action of load. Okay. അപ്പോൾ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഓവർടേണിങ്, സ്ലൈഡിങ്, ബക്ലിങ് ഇങ്ങനെയുള്ളതിനൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ട് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ആ എബിലിറ്റിനെയാണ് എന്ത് പറയാം, സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ കപ്പാസിറ്റി ടു പ്രിവെൻറ്റ് ഓവർടേണിങ്, സ്ലൈഡിങ് ആൻഡ് ബക്ലിങ്. നെക്സ്റ്റ് സ്ട്രെങ്ത്. എന്താണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്? ഈ വരുന്ന വേരിയസ് ലോഡ് കാരണം കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സസിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുക. സേഫായിട്ട് സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നതിനാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇറ്റ്സ് എബിലിറ്റി ടു റെസിസ്റ്റ് ഓൾ ദ സ്ട്രെസ്സസ് കമ്മിങ് ടു ദ സ്ട്രക്ചർ ഡ്യൂ ടു ദീസ് വേരിയസ് ലോഡ്സ്. ദെൻ കംസ് സർവീസബിലിറ്റി. അതായത് നമ്മൾ ഏതൊരു സ്ട്രക്ചറും ഒരു ഇത്ര ഡിസൈൻ പീരീഡിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ലൈഫ് പീരീഡ് നമ്മൾ ഓൾറെഡി ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ടോ, 100 years. ആ ഒരു 100 yearsൽ നമ്മൾ അത് ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണോ അത് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ അതിനെ യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, അത് സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് തരിക എന്നുള്ളതിനെയാണ് സർവീസബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ? അതായത് ഡിഫ്ലക്ഷൻ, ക്രാക്ക് വിഡ്ത്ത്, വൈബ്രേഷൻസിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് അത് എന്ത് ചെയ്യണം, അഡ്വക്കേറ്റ് സ്റ്റിഫ്നെസ്സൊക്കെ പ്രൊവൈഡ് ചെയ്യണം. അതായത് ഈ ഒരു കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ കൂടി ഡിഫ്ലക്ഷൻ, ക്രാക്ക് വിഡ്ത്ത് ഒക്കെ ഒരു അക്സെപ്റ്റബിൾ ലിമിറ്റിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ വി ആർ ലിമിറ്റിംഗ് ദ ഡിഫ്ലക്ഷൻ, ക്രാക്ക് വിഡ്ത്ത് ആൻഡ് വൈബ്രേഷൻ ടു എ സർട്ടൈൻ അക്സെപ്റ്റബിൾ ലിമിറ്റ് ആൻഡ് ടു എൻഷുർ ദാറ്റ് ദ സ്ട്രക്ചർ പ്രൊവൈഡ്സ് എ സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് അണ്ടർ ഓൾ ദീസ് സർവീസ് ലോഡ് കണ്ടീഷൻ. ഓക്കെ, ഈ പറയുന്ന ഡിഫ്ലക്ഷനെയും ക്രാക്ക് വിഡ്ത്തിനെയും വൈബ്രേഷനെയും ഒരു അക്സെപ്റ്റബിൾ ലിമിറ്റിൽ നിർത്തിക്കൊണ്ട് ആ ഒരു സ്ട്രക്ചർ ഒരു സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് തരുന്നതിനെയാണ് എന്ത് പറയുക, സർവീസബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ഒബ്ജക്റ്റീവ് ഈസ് എക്കണോമി ആൻഡ് എസ്തെറ്റിക് അപ്പിയറൻസ്. എക്കണോമി, എസ്തെറ്റിക് അപ്പിയറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റെബിലിറ്റിയും സ്ട്രെങ്ത് ഒക്കെ കൺസിഡർ ചെയ്താൽ അത് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ ഇതിനകത്തോട്ട് വരുന്ന ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ചിലപ്പോൾ 1 meter ഡെപ്തുള്ള ഒരു ബീമൊക്കെ വേണ്ടി വരും. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, ഒരു 3 meter ഹൈറ്റുള്ള റൂമിൽ 1 meter ഡെപ്തിൽ ബീം നിന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? നമുക്കതിലെ കൂടെ എന്താ പറയുക, സ്മൂത്ത് ആയിട്ടുള്ള പാസേജിനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എസ്തെറ്റിക് അപ്പിയറൻസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ. ഇഫ് യു ആർ ഓൺലി കൺസിഡറിങ് സ്റ്റെബിലിറ്റി ആൻഡ് സ്ട്രെങ്ത് and we are obtaining a beam, after design we are obtaining a beam which has got a depth of 1 meter and we are providing that on a 3 meter height room, and if we are providing 1 meter depth beam, the clear head is only 2 meter available and it will be affecting the aesthetic appearance and smooth passage. സോ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ഈ 3 കാര്യങ്ങൾ മാത്രം കൺസിഡർ ചെയ്താൽ പോരാ, എന്തുകൂടി കൺസിഡർ ചെയ്യണം, എസ്തെറ്റിക് അപ്പിയറൻസും എക്കണോമിയും കൂടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ 4 ഫാക്ടേഴ്സും ജോയിൻ്റ്ലി കൺസിഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് സേഫായിട്ടും എക്കണോമിക്കായിട്ടും എസ്തെറ്റിക് അപ്പിയറൻസും ഉള്ളൊരു നല്ലൊരു സ്ട്രക്ചർ കിട്ടുക. ഓക്കെ, അപ്പം 4 എണ്ണത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്ട്രക്ചറൽ ഡിസൈൻ. ദ ഡീറ്റെയിൽഡ് നോട്ട് ഓഫ് ദിസ് വിൽ ബി uploaded in your Google Classroom. Next is design philosophy. Okay, എന്താണ് ഡിസൈൻ ഫിലോസഫി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദിസ് ആർ ദ വേരിയസ് മെത്തേഡ്സ് ഓഫ് ഡിസൈൻ. ഓക്കെ, നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ട വേരിയസ് മെത്തേഡ്സിനെയാണ് ഡിസൈൻ ഫിലോസഫി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ വർക്കിംഗ് സ്ട്രെസ് ഇപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഒത്തിരി മെത്തേഡ്സ് അവൈലബിൾ ആണ്. അതിൽ 3 എണ്ണമാണ് ഇത്. ഏതൊക്കെയാണ്? വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്, അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ് ആൻഡ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് എന്നുള്ള 3 മെത്തേഡ്സ്. ആ 3 മെത്തേഡുകളെയാണ് ഫിലോസഫി എന്ന് തന്നെ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്, ദെൻ അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ് ആൻഡ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. ഇതിനെ ഷോർട്ട് ആക്കിയിട്ട് ഡിനോട്ട് ചെയ്യുന്നതാണ് റൈറ്റ് സൈഡിൽ കാണുന്ന WSM, ULM ആൻഡ് LSM. ഓക്കെ, ഈ ഒരു കാണുന്നതാണ് എൻ്റെ ഷോർട്ടായിട്ടുള്ള ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ആയിരുന്നു ഇതിൽ ഓൾഡസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ആയിരുന്നു.
അതിന് അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഓക്കെ, വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ advantages and disadvantages. Then coming to the case of ultimate load method, ഈ ഒരു ഡിസഡ്വാൻറ്റേജസ് ഓഫ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിനെ ഓവർകം ചെയ്തുകൊണ്ടുണ്ടായ ഒരു മെത്തേഡാണ് അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ്. ബട്ട് ഇറ്റ് ഹാസ് ഓൾസോ ഗോട്ട് ഇറ്റ്സ് ഓൺ ഡിസഡ്വാൻറ്റേജസ്. സോ ഇതിൻ്റെ രണ്ടുപേരുടെയും അഡ്വാൻറ്റേജസ് മാത്രം കമ്പൈൻ ചെയ്ത് ന്യൂ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് പുതിയൊരു മെത്തേഡാണ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. ബൈ കമ്പൈനിങ് ദ അഡ്വാൻറ്റേജസ് ഓഫ് both working stress method and ultimate load method, a new method is developed which is called the limit state method, and this method is followed in our IS code. 456 IS കോഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്? ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കും. അപ്പോൾ ഇതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താണ് IS 456 അല്ലെങ്കിൽ ഡിസൈൻ കോഡ് എന്നുള്ളത് കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഡിസൈൻ കോഡ് എന്താണ്, ഹാൻഡ് ബുക്ക് എന്താണെന്നുള്ളതൊന്ന് നോക്കാം. നമ്മളെപ്പോഴും ഡിസൈൻ ചെയ്യുമ്പം വി ഹാവ് ടു ഫോളോ സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അല്ലെങ്കിൽ ഒരു മിനിമം റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള മിനിമം റിക്വയർമെൻ്റ് ഒക്കെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഒരു കോഡിനെയാണ് നമ്മൾ ഡിസൈൻ കോഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എന്താ പറയുക, നമ്മളൊരു മിനിമം റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യണം. നമ്മൾ ചില പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ ഒക്കെ എടുക്കുന്നത് ഈ ഡിസൈൻ കോഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓൾറെഡി ഇന്നലെ ഡിസൈൻ കോഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ ഡിസൈൻ കോഡ്സിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നതാണ് ടു എൻഷുർ അഡിക്വേറ്റ് സ്ട്രക്ചറൽ സേഫ്റ്റി. അതുപോലെ തന്നെ ഡിസൈൻ കുറച്ചുകൂടി സിമ്പിളാക്കുക, സിമ്പിൾ ഫോർമുലാസ് ചാർട്ട്സ് ഒക്കെ യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ പല രീതിയിൽ, ഇപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്യുന്നു, അടുത്തയാൾ മറ്റൊരു രീതിയിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ഇന്ത്യ ഒത്തിരി ഡിസൈൻസ് ഡെവലപ്പ് ചെയ്യും അല്ലേ. അതിന് പകരം ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. ആര് ഡിസൈൻ ചെയ്താലും അത് ഓൾമോസ്റ്റ് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുക, ഡിസൈൻ കോഡ്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ലീഗൽ വാലിഡിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടും ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിസൈൻ കോഡ്സും ഹാൻഡ് ബുക്കുകളും പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ ഇന്ത്യയിൽ ത്രൂ ഔട്ടായിട്ട് യൂസ് ചെയ്യുന്ന ഡിസൈൻ ബുക്കാണ് IS ഇന്ത്യൻ സ്റ്റാൻഡേർഡ് 456 2000 എന്ന് പറയുന്നത്. IS 456 2000 ആണ് നമ്മൾ ത്രൂ ഔട്ട് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത്. അതിൽ 2000 എന്നുള്ളത് അതിൻ്റെ റിവൈസ്ഡ് ഇയർ ആണ്. ഏറ്റവും ലാസ്റ്റ് റിവിഷൻ നടന്നത് 2000 ആയതുകൊണ്ടാണ് IS 456 2000 എന്ന് പറയുന്നത്. ആ IS 456 2000 നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പ്ലെയിൻ ആൻഡ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഫ്രണ്ട് പേജാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഹാർഡ് കോപ്പി ഓർഡർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പേജ് ശ്രദ്ധിക്കാം. പ്ലെയിൻ ആൻഡ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് കോഡ് ഓഫ് പ്രാക്ടീസ് അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഉള്ള കോഡാണ് ഏത് IS 456 2000. ഓക്കെ, നോട്ട് ഡൗൺ, ഇറ്റ് ഈസ് IS 456 2000. ദാറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ഡിസൈൻ കോഡ് യൂസ്ഡ് ത്രൂ ഔട്ട് ഇന്ത്യ. ദെൻ അതുപോലെ വരുന്ന മറ്റൊരു കോഡാണ് IS 875. IS 875 is mainly used for load calculation. ലോഡ് കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുക, IS 875 യൂസ് ചെയ്യുന്നത്. അതിന് 5 പാർട്സ് ഉണ്ട്. പാർട്ട് 1 എന്ന് പറയുന്നത് ഡീലിംഗ് വിത്ത് ഡെഡ് ലോഡ്, പാർട്ട് 2 ആണെങ്കിൽ ലൈവ് ലോഡ്, പാർട്ട് 3 ആണെങ്കിൽ വിൻഡ് ലോഡ്, പാർട്ട് 4 ആണെങ്കിൽ സ്നോ ലോഡ്, പാർട്ട് 5 ആണെങ്കിൽ എന്തായിരിക്കും സ്പെഷ്യൽ ലോഡ്സുകളോടെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡെഡ് ലോഡ്, ലൈവ് ലോഡ്, വിൻഡ് ലോഡ്, സ്നോ ലോഡ്, ഈ ലോഡ്സൊക്കെ എന്താണെന്നുള്ളത് ജസ്റ്റ് ഞാൻ ഒന്ന് കൂടെ പറഞ്ഞു പോകാം. ഡെഡ് ലോഡ് എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിട്ടുള്ള ലോഡുകളെയാണ്. അതിൽ ചേഞ്ചസ് ഒന്നും വരാനില്ല. മാഗ്നിറ്റ്യൂഡിലാണെങ്കിലും ഡയറക്ഷൻസിലാണെങ്കിലും ചേഞ്ചുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ലോഡുകളെയാണ് നമ്മൾ എന്ത് പറയുക, ഡെഡ് ലോഡ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഒരു സ്ട്രക്ചറിൻ്റെ സെൽഫ് വെയിറ്റ് ഒക്കെ ഡെഡ് ലോഡിൽ വരും. അതുപോലെ തന്നെ സെക്കൻഡ് ആണ് ലൈവ് ലോഡ് എന്ന് പറയുന്നത്. ലൈവ് ലോഡ് മീൻസ് അതിൽ വരുന്ന ഇമ്പോസ്ഡ് ലോഡ്. ലൈവ് ലോഡിൻ്റെ മറ്റൊരു പേരാണ് ഇമ്പോസ്ഡ് ലോഡ് എന്ന് പറയുന്നത്. ലൈവ് ലോഡ് ഇസ് ഓൾസോ കോൾഡ് ഇമ്പോസ്ഡ് ലോഡ്. അതെന്ന് പറഞ്ഞാൽ ലോഡ്സ് ദാറ്റ് ക്യാൻ ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് പൊസിഷൻ. മാഗ്നിറ്റ്യൂഡിലോ പൊസിഷനിലോ ചേഞ്ചസ് വരികയാണെങ്കിൽ സച്ച് ലോഡ്സ് ആർ കോൾഡ് ലൈവ് ലോഡ്. ഫോർ എക്സാമ്പിൾ, ദ ലോഡ് ഓഫ് പീപ്പിൾ, ഫർണിച്ചർ, ലോഡ് ഓൺ ട്രാഫിക് ഓൺ എ ബ്രിഡ്ജ്, അങ്ങനെയുള്ളതൊക്കെ എന്താണ്, ലൈവ് ലോഡുകളാണ്. അതിനൊക്കെ വേരിയേഷൻസ് വരും. ബട്ട് ഡെഡ് ലോഡ് എന്ന് പറഞ്ഞാൽ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതിലൊരു മാറ്റം വരാനില്ല, അതിൻ്റെ വാല്യൂ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ വരുന്നതാണ് എൻവയോൺമെൻറ്റൽ ലോഡ്. അതിൽ എക്സാമ്പിൾസ് ആണ് വിൻഡ് ലോഡും സ്നോ ലോഡും. വിൻഡും സ്നോയൊക്കെ പ്രൊലോങ്ഡ് ആയിട്ട് ദീസ് ആർ എൻവയോൺമെൻറ്റൽ ലോഡ്സ്. അതുപോലെ തന്നെ എർത്ത് ക്വേക്ക് ലോഡ്, ഇതൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ ഏരിയ. ഒത്തിരി വിൻഡുള്ള ഏരിയ ആണെങ്കിൽ, അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് 15 മീറ്ററിൽ കൂടുതലാണെങ്കിലാണ് നമ്മൾ വിൻഡ് ലോഡ് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ സ്നോ ഉള്ള ഏരിയ ആണെങ്കിൽ സ്നോ ലോഡ് എടുക്കേണ്ടതുള്ളൂ. എർത്ത് വേക്ക് പ്രിവലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ വരാനുള്ള ചാൻസ് ഉള്ള സ്ഥലങ്ങളിലാണ് എർത്ത് വേക്ക് ലോഡ് കൺസിഡർ ചെയ്യുക.
ഓക്കെ, അതുപോലെ തന്നെയാണ് ലോഡ് കോമ്പിനേഷൻ, അതിന് സ്പെസിഫൈ ചെയ്യുന്നതാണ് പാർട്ട് 5. അപ്പോൾ അതാണ് IS 875 കാര്യം പറയാനുള്ളത്. IS 456 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതും ആവശ്യമുള്ളതും നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടതും. ദെൻ ഡിസൈൻ എയ്ഡുകളാണ് SP16 എന്നൊക്കെ പറയുന്നത്. എന്താണ് ഡിസൈൻ എയ്ഡ് എന്ന് വെച്ചാൽ നമ്മുടെ IS 456 സപ്പോർട്ട് ചെയ്തൊരു ബുക്കാണ് ഡിസൈൻ എയ്ഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ SP16 ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഡിസൈൻ കോഡുകൾ എന്താണ്, ഏതാണ് IS 456 യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. നമ്മളിപ്പോൾ പഠിച്ചു നിർത്തിയിരിക്കുന്നത് ഡിസൈൻ ഫിലോസഫിയിലെ 3 മെത്തേഡുകളാണ്. നാളെ ഡീറ്റെയിൽ ആയിട്ട് ആ 3 മെത്തേഡ്സ് ഓഫ് 3 ഡിസൈൻ ഫിലോസഫീസും അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.